ഭക്ഷണത്തിന് രുചി കൂട്ടാൻ മാത്രമല്ല പല ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് ഏലയ്ക്ക അഥവാ കാർഡമം. വല്ലപ്പോഴുമേ ഇതിന് ആവശ്യമുള്ളെങ്കിൽ ആ സമയങ്ങളിൽ മാത്രം പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇത് മിക്കവാറും ദിവസങ്ങളിൽ ഏലയ്ക്കയുടെ ഉപയോഗം ഉണ്ടെങ്കിലും ചില ആഘോഷ ദിവസങ്ങളിലൊക്കെ ഇത് കുറച്ച് പൊടിച്ച് വെക്കുന്നതാണ് നല്ലത്. ടൈറ്റായ കുപ്പികളിൽ വേണം വെക്കാനായിട്ട്. അങ്ങനെ വെക്കാമെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം, കല്ലിലൊക്കെ ചതച്ചെടുക്കുമ്പോൾ നഷ്ടപ്പെടുന്നതും ലാഭിക്കാം. പലരും മിക്സിയിൽ പൊടിക്കുമ്പോൾ പഞ്ചസാര ചേർത്ത് പൊടിക്കാറുണ്ട്. എന്നാൽ അത് സ്വീറ്റ് ഐറ്റത്തിന് മാത്രമേ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പഞ്ചസാര ചേർക്കാതെ എങ്ങനെ പൊടിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പണ്ട് മുതലേ ഏലയ്ക്കയുടെ തോലോടുകൂടിയാണ് പൊടിക്കാറുള്ളത്. അന്നത് കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഏലയ്ക്കായിൽ ധാരാളം കീടനാശിനികൾ അടിക്കുന്നുണ്ടെന്ന് കേൾക്കാറുണ്ട്. നടുന്നത് മുതൽ വിളവെടുപ്പ് വരെയും പിന്നെ ഇത് സൂക്ഷിക്കാനും എത്ര കഴുകിയാലും പോകാത്ത കീടനാശിനികൾ. അതുകൊണ്ട് കഴിവതും ഇതിൻ്റെ തോട് മാറ്റി പൊടിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ മാറ്റിയ തോട് കുപ്പിളിൽ അടച്ചു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ നല്ല സുഗന്ധം ലഭിക്കും. ആദ്യം ഇതിൻ്റെ തോട് കളഞ്ഞ് സീഡ് മാത്രം എടുക്കുക. ചെറിയ കത്തിയൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ തോട് നീക്കം ചെയ്യാം. വീട്ടിലെ ഉപയോഗമനുസരിച്ച് എടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിൽ ഇടുക. ഇവിടെ ഞാൻ 1/4 കപ്പ് തൊലി കളഞ്ഞ ഏലയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ചെറിയ ജീരകം, അതുപോലെ ജാതിക്ക അല്ലെങ്കിൽ നട്ട്മഗ്, അതിൻ്റെ കുറച്ച് പൊട്ടിച്ച ഭാഗങ്ങൾ, അതും വളരെ കുറച്ച്, അതുപോലെ ചെറിയൊരു പീസ് ചുക്ക്, ഇത്രയും ചേർത്ത് നന്നായി പൊടിക്കുക. ഏലയ്ക്ക കൂടുതൽ അളവിലും ജീരകം, ജാതിക്ക, ചുക്ക് എന്നിവ കുറഞ്ഞ അളവിലും ആയതുകൊണ്ട് ഏലയ്ക്കായുടെ രുചിയാണ് മുന്നോട്ട് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഏലയ്ക്ക തന്നെ പൊടിച്ചെടുത്താലും മതി. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം എയർ ടൈറ്റ് കുപ്പികളിൽ വെളിയിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി. ഗുണമേന്മയുള്ള ആരോഗ്യദായകമായ ഏലയ്ക്ക ഗുണത്തോടും അതിൻ്റെ വാസനയോടും കൂടി നമുക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.